ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നേരെ വെളുക്കുമ്പോൾ തന്നെ ഞാൻ ഈ മീനിൻ്റെ വെള്ളം മാറ്റാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ പണിയല്ല, ശരിക്കും എൻ്റെ കെട്ടിയവനാണ് ഇത് വൃത്തിയാക്കാറ്. പക്ഷേ മൂപ്പര് ചെയ്യാതാവും 3 ദിവസമായി ഇപ്പോൾ അത് മാറ്റിയിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഞാനത് മാറ്റാമെന്ന് വെച്ചു. കാരണം ഇങ്ങനെ മാറ്റാണ്ട് ഞങ്ങളുടെ ഒരു ഫൈറ്റർ ചത്തുപോയി. 3 ദിവസത്തിലും കൂടുതലായിട്ട് അത് ചത്തുപോയി. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊക്കെ മാറ്റും, അത് മാറ്റാതിരിക്കുമ്പോൾ. പക്ഷേ ആ ഫൈറ്റർ പാവമാണ്, അതിനെക്കൊണ്ടൊരു ശല്യമില്ല. പക്ഷേ ആ പൊടിമീനുകളുണ്ടല്ലോ, ഭയങ്കര സാമർഥ്യം. കാണാനും നല്ല ഭംഗിയാണ്, പക്ഷെ ഭയങ്കര സാമർഥ്യം. എപ്പോൾ വെള്ളം മാറ്റിയാലും അത് ചാടും, പുറത്തേക്ക് ചാടും. എൻ്റെ നിന്ന് ഒരെണ്ണെങ്കിലും പുറത്തേക്ക് ചാടാതിരിക്കില്ല. അത് ഒരെണ്ണം ഇതുപോലെ ചാടിയിട്ട് പോയായിരുന്നു. അതിനെ ഞങ്ങൾക്ക് കണ്ടു കിട്ടിയില്ല കേട്ടോ. ഒരെണ്ണം ചത്തും പോയി. അങ്ങനെ 8 എണ്ണം ഉണ്ടായിരുന്നത് ഇപ്പോൾ 6 എണ്ണം ആയേക്കുന്നത് കേട്ടോ. ഭയങ്കര കുറുമ്പാണ്, പക്ഷെ എന്നാലും കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമുക്കിതിന് ഇത്ര ഇഷ്ടം. പക്ഷെ നല്ല സാമർഥ്യമാണ്. അത് ചാടുമ്പോൾ നമുക്ക് 2 കൊടുക്കാനൊക്കെ തോന്നും, പക്ഷെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണ്. മൂത്താൾ സ്കൂളിൽ പോകാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ഇന്നലെ മൂപ്പര് മുടക്കെടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് മൂപ്പർക്ക് പോകാൻ നല്ല മടി. ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ആരും വരില്ല എന്ന് അവൾ തന്നെ അങ്ങ് തീരുമാനിച്ചു. കുറേ വിളിച്ചെങ്കിൽ അവൾ എണിച്ചില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും ഇന്നൊരു പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ട്. അവനാണെങ്കിൽ പനിച്ച് കിടക്കുകയാണ്, 3 ദിവസമായി എന്നൊക്കെ പനിച്ചിട്ട്. അപ്പോൾ വലിയ കുറവൊന്നുമില്ല. അപ്പോൾ പിന്നെ അവൻ്റെ കൂട്ടിനൊരാളായല്ലോ എന്നും കരുതി അവളെ ഞാൻ വല്ലാണ്ട് നിർബന്ധിക്കാൻ പോയില്ല. അപ്പോൾ പിന്നെ സ്കൂൾ ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ഉണ്ട് ഒരുപാട് പേര് ലീവും ഉണ്ടെന്ന്. അപ്പം ഞാനും വിചാരിച്ചാൽ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. ആനുവൽ ഡേ ആയതിൻ്റെ കാരണം കുറേ കുട്ടികളൊക്കെ ഒന്ന് ലീവാണ്. അപ്പോൾ നമ്മളിതിനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും പൂച്ചക്കുട്ടന്മാർ പണി കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനെ വേഗം അകത്ത് കൊണ്ടുവന്ന് വെച്ചതാട്ടോ. നല്ല ഭംഗിയാണ് അതിനെ കാണാൻ. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നത് ഒരു ബ്ലൂ ആയിരുന്നേ, അതും നല്ല ഭംഗിയായിരുന്നു. ഫൈറ്ററിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ അങ്ങനെയാണല്ലോ. അതിൻ്റെ ആ കളറും അതിൻ്റെ ആ ചിറകുനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഞങ്ങൾ എപ്പോൾ വാങ്ങിയാലും അധികം നിൽക്കാറില്ല. ഇതിപ്പോൾ എന്താണാവോ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവനക്ക് പനിയായ കാരണം ഞങ്ങൾ 2 പേരും ഇവൻ്റെ കൂടെയാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഹാളിൽ കിടക്കുന്നത്. അവളുടെ കൂടെ കിടത്തിയിട്ട് ഞാൻ പനി അവൾക്ക് വരണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷേ എനിക്കിന്ന് ഇപ്പോൾ 2 ദിവസം അവനെ നോക്കിച്ചിരുന്നോണ്ടാണെന്നറിയില്ല, എനിക്കിന്ന് പനിയും ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അത് കാരണം നല്ല ബുദ്ധിമുട്ടുമുണ്ട് കേട്ടോ. പക്ഷെ അവനിന്ന് എന്തായാലും ഒന്നും കൂടി ഡോക്ടറെ കാണിക്കേണ്ടി വരും. പനിയൊന്നും തീരെ കുറവില്ല. പനിയും കഫക്കെട്ടും ചുമയും. പിന്നെ ഈ ക്ലൈമറ്റിൻ്റെതാണ് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. വീട്ടിലും അവൻ്റെ വാപ്പാക്കും ഉണ്ട്, അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എല്ലാവരും. ഡോക്ടറെ കാണിച്ചപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേ മാറുമെന്നാണ് പറഞ്ഞത്. പിന്നെ രാവിലെ തന്നെ ഇന്നലെ അലക്കിയിട്ടതാണ് കേട്ടോ അതിൽ എടുക്കുന്നത്, അതെടുത്തിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ അതെന്തെടുത്ത് പുറത്തേക്ക് ഇടാം. യൂണിഫോമൊക്കെ ഉണ്ട്. ഇപ്പോൾ യൂണിഫോം ഇപ്പോൾ ഡെയിലി നല്ല പോലെ കഴുകണം. അമ്മാതിരി കോലമായിട്ടാണ് കൊണ്ടുവരിക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയുടെ പണി നടക്കണ കാരണം എന്താ പറയുക, ചേറൊരുട്ടിയാണ് മക്കൾ യൂണിഫോമും കൊണ്ടുവരുന്നത് കേട്ടോ. നല്ല പൊടിയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെ ബാക്കിയുള്ളതും കൂടെ അങ്ങോട്ട് അലക്കാനിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ആയിക്കോളുമല്ലോ, നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പണി അങ്ങ് തീർത്തേക്കാമെന്ന് കരുതി. 10 മണിയാകുമ്പോഴേക്കും എനിക്ക് പോകണം കേട്ടോ. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ കുറേ സമയമുണ്ടല്ലോ എന്നും കരുതി ഞാൻ ഓരോന്നും ചെയ്യാൻ നിന്നതാണ്. അതുപോലെ ഇത് രാവിലത്തെ റൊട്ടീനാണിപ്പോൾ. കുറേ നാൾ ഈ നിർത്തിച്ചേക്കായിരുന്നു ഈ ചെടിയുടെ സംഭവം. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്താണ്. ആദ്യം എനിക്ക് വിചാരിച്ച് പച്ചപ്പ് മാത്രം മതി, പൂക്കളുള്ളതൊന്നും വേണ്ടാന്ന്. പക്ഷേ ഇപ്പോൾ ചെടി വെച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് പൂക്കളുള്ളതും വേണം. അപ്പോൾ അതുകൊണ്ട് 10 മണിയൊക്കെ രണ്ടാമത് ഇപ്പോൾ ഇതാ വാങ്ങി സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരത്തെ നമ്മളിട്ടത് അലക്കാനിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ ലിക്വിഡൊക്കെ ഒഴിച്ച് ജസ്റ്റ് അതൊന്ന് ഓണാക്കിയിടാൻ വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഇട്ടിട്ട് മറന്നു പോകും. അപ്പോൾ അത് കയ്യോടെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കുമല്ലോ. ഇനിയിപ്പോൾ അതിൽ നിന്ന് എടുക്കാൻ എന്നിങ്ങനെ ചിലപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടി വരും കേട്ടോ. അതും അങ്ങനെയാണ്. അപ്പോൾ അടുക്കളയ്ക്ക് വന്നപ്പോൾ അവിടെ ഇതുപോലെ കുപ്പിയിൽ ഒരുപാട് ചെടികൾ വെച്ചിരുന്നേ. പക്ഷേ ഇപ്പോൾ അതിനോടൊന്നും വലിയ ക്രേസ് ഇല്ലാത്ത കാരണം, അതുമാത്രമല്ല ശരിക്കും ജോലി ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയത് കാരണമാണ് പല കാര്യങ്ങളും പെൻഡിങ്ങിലായത്. ഇപ്പോൾ ആ ജോലിയൊക്കെ ഒന്ന് റിസൈൻ വെച്ച് ഒന്ന് സമാധാനമായി. ഇനി കുറച്ച് കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി. അതുപോലെ കുറേ ഇലകളൊക്കെ ഉണങ്ങിപ്പോയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ.
ഇനി ചായക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചായ വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് പണികൾ ഇനിയുള്ളത്. അപ്പോൾ ഉച്ചകൾക്കാണെങ്കിൽ മോൾ സ്കൂളിൽ പോകണമെന്ന് കരുതി അവൾക്ക് ലഞ്ച് ബോക്സൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവളെ വാപ്പ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഇനി ചോറ് വെക്കേണ്ട ആവശ്യമില്ല. മോനാണെങ്കിൽ കഞ്ഞി മതി ഉച്ചക്കൽക്ക്, അവനക്ക് പനിയായ കാരണം. അപ്പോൾ രാവിലത്തേക്ക് എന്തായാലും ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഇഡ്ഡലിയും ദോശയൊക്കെ. ഞാൻ എപ്പോഴും ആലോചിക്കണതാണ് കേട്ടോ, ഈ രാവിലത്തെ ചായക്കടി കണ്ടുപിടിച്ചത് ആരാണാവോന്ന്. എന്താണെന്ന് വെച്ചാൽ ദിവസം നമുക്കിങ്ങനെ നാളേക്ക് എന്തുണ്ടാക്കും, അതൊരു വലിയ ടാസ്ക്കാണ്. സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഒക്കെ, നല്ലൊരു ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ടീമുകളാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നെക്കൊണ്ട് ഞാനൊക്കെ ചിലപ്പോൾ ആ സമയത്ത് നേരം വെളുത്തിട്ടാവും അയ്യോ ഒന്ന് ഉണ്ടാക്കണ്ടേ എന്നൊക്കെ ആലോചിക്കാം കേട്ടോ. ഈ ഇഡ്ഡലിയും ദോശയും മാത്രമാണ് നേരത്തെയും കൂട്ടി അരിയൊക്കെ ഇതൊക്കെ ഒന്ന് ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് സെറ്റാക്കി വെക്കുക. അതും ചില സമയത്ത് മടിയാണ്. അപ്പോൾ ചില ദിവസം അതും പെൻഡിങ്ങിൽ കിടക്കും. പിന്നെ അതിലേക്കൊന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ ശരിക്കും ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കാറില്ല, വളരെ കുറവാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ദോശയാണ് ഇഷ്ടം. നെയ്യിൽ പുരട്ടിയിട്ട്, അവനക്കാണെങ്കിൽ നെയ്യിൽ പുരട്ടി പഞ്ചസാര ഇട്ടിട്ടുള്ള ദോശയാണ് ഇഷ്ടം. മോൾക്കാണെങ്കിൽ പഞ്ചസാര ഒന്നും പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിലാക്കുകയും അപ്പോൾ പിന്നെ അത് വേഗം നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. എണ്ണ ഒന്നും ആക്കാറില്ല. ആദ്യമൊക്കെയാണ് ഇത്തിരി എണ്ണയൊക്കെ തൂവിക്കാറ്. ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് വെള്ളത്തിലേക്ക് ഇങ്ങനെ മറിച്ച് പിടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അത് അടർന്ന് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ആക്കാറ്. അപ്പോൾ പിന്നെ ഇന്നിങ്ങനെ ഇഡ്ഡലി ആക്കി, കാരണം അവനക്ക് വയ്യല്ലോ, ഇനി നെയ്യും ഇതൊക്കെ കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇന്ന് ഇഡ്ഡലിയും ചട്നി ആക്കാമെന്ന് കരുതി. ഇതൊക്കെ റെയറാണ് ഈ സംഭവമൊക്കെ, ചട്നിയൊക്കെ, കാരണം നാളികേരത്തിന് ഭയങ്കര പഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് ഞങ്ങളുടെ ചിരവ, എൻ്റെ ഉപ്പ ഉണ്ടാക്കി തന്നതാട്ടോ. അപ്പോൾ ഇതിലിരുന്ന് ചിരവ നല്ല സുഖമാണ്, നമുക്ക് താഴ്ത്തിരിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നാളികേരമൊക്കെ ചിരകി ഞാൻ പെട്ടെന്ന് തന്നെ ചട്നിക്ക് ഇടാണ്, കാരണം ടൈമൊക്കെ നല്ലോണം പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ 9:30 ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള പണിയൊക്കെ തീർത്ത് വരുമ്പോൾ പിന്നെ തന്നെ അവർ എണിച്ച് വരണമല്ലോ. ഇപ്പോൾ 2 പേരും എണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്നി ഒന്നും ആയിക്കഴിഞ്ഞാൽ അങ്ങ് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് കൊടുത്താൽ മാത്രം പോരാ, അതവനെ കൊണ്ട് കഴിപ്പിച്ച് മരുന്നും കൂടെ കുടിപ്പിച്ചിട്ട് വേണം പോവാൻ, എങ്കിലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. പിന്നെ അവനക്ക് കൂട്ടായിട്ട് അവൾ ഇരുന്നോളാന്ന് പറഞ്ഞ കാരണം കുഴപ്പമില്ല കേട്ടോ. ഏത് നേരം കൊത്തൊഴികളെ പോലെ ആണെങ്കിലും ഞാനില്ലെങ്കിലൊക്കെ അവനെ നോക്കിക്കോളും. അപ്പോൾ വയ്യാത്ത കാരണം വലിയ തല്ലൂട്ടം കുറവാണ്. അപ്പോൾ ചട്നിയിൽ ഇത്തിരി പുളിയും മാങ്ങ ഉണ്ടായിരുന്നു, പക്ഷെ മാങ്ങ ഇട്ടില്ല കേട്ടോ. പുളി പിഴിഞ്ഞൊഴിക്കേണ്ടതാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പുളി പിഴിഞ്ഞൊഴിച്ച് ഇത്തിരി കറിവേപ്പിലയും കടുകും ഒക്കെ കൂടെ ഇട്ട് പൊട്ടിച്ച് നമുക്ക് ചട്നി ആയിട്ടുണ്ട്. ഇതാകുമ്പോൾ പിന്നെ ഇഡ്ഡലിക്ക് വേറെ ഒന്നും വേണ്ട, സാമ്പാർ അങ്ങനെയൊന്നും ഇവിടെ ആർക്കും നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഈ പണികളൊക്കെ അങ്ങോട്ട് കഴിച്ച് വെച്ചാൽ എനിക്ക് വേഗം പോവാം. പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിനൊരു മെയിനായിട്ടൊരു കാര്യമുണ്ട്. ഞാൻ 24 മണിക്കൂർ ഈ സോഷ്യൽ മീഡിയയിൽ FBയിലും ഇതിലൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ എൻ്റെ വീട്ടിലെ പണി വേറെ ആരോ വന്ന് ചെയ്യുന്ന പോലാണ് ഓരോരുത്തർ എന്നോട് ചോദിക്കാറ്. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിലെ പണിയെടുക്കാൻ ഞാൻ തന്നെ ഉള്ളോ, മീൻസ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചെടുക്കും. അതായത് കെട്ടിയവനെ കൊണ്ട് പറ്റുന്നത് കെട്ടിയവൻ ചെയ്തു തരും, മക്കളെ കൊണ്ട് പറ്റുന്നത് അവരും ചെയ്തു തരും, ഞാനും ചെയ്യും. അല്ലാതെ നമ്മൾ വേറെ ആരെയും പണിക്ക് വിളിക്കാറില്ല കേട്ടോ. പക്ഷെ ചിലരെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും അയ്യോ നമ്മൾ അടുക്കളയിൽ കയറാറ് പോലും ഇല്ലയെന്ന്. അപ്പം അതും കൂടെ ഒന്ന് അറിഞ്ഞോട്ടേ എന്ന് കരുതി തന്നെയാണ് കേട്ടോ ഞാൻ ഇന്ന് എൻ്റെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ ഇട്ടത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ഇടാറില്ല. ഇതിപ്പോൾ മോനക്ക് വേഗം ചായ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനക്ക് മരുന്ന് കൊടുക്കണം. അപ്പോൾ നേരെ നല്ല രീതിയിൽ വൈകി. ഇപ്പോൾ 10 മണിയായി കേട്ടോ. 10 മണിക്കാണ് ഞാൻ 10 മണിക്കുള്ള മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ എന്തായാലും വൈകി, തുടങ്ങിക്കാണില്ല എന്നുള്ളൊരൊറ്റ വിശ്വാസത്തിലാണ് കേട്ടോ ഇപ്പോൾ ഈ ഇരുന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ. കുറച്ച് നേരം വൈകിയായിരുന്നു അവർക്കെല്ലാം കഴിഞ്ഞ് ഒക്കെ എടുക്കുമ്പോൾ. പിന്നെ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ കുറച്ചുണ്ട്. ബസ് കിട്ടി. പക്ഷേ ടാസ്ക് ആയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്ന കാരണം ഉണ്ടല്ലോ, ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരുപാട് നടന്ന് ഒരു സ്റ്റോപ്പോളം ഫ്രണ്ടിലേക്ക് നടന്നിട്ടാണ് കേട്ടോ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യാൻ പറ്റിയത്. അത് ഭയങ്കര ടാസ്ക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് സംഗതി തുടങ്ങിയത്. അപ്പോൾ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോറടിപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു, എന്നാലും ഉച്ച വരെ ഉണ്ടായുള്ളൂ. അതൊരു സമാധാനം.
അപ്പോൾ തിരിച്ചു പോകുമ്പോഴാണെങ്കിലും അപ്പുറത്തേക്ക് കടന്നിട്ട് വേണം ബസ് കിട്ടാൻ. അപ്പോൾ ഇനിയും അത്രയും ദൂരം, ഒരു സ്റ്റോപ്പോളം നടന്നാലാണ് അപ്പുറത്തോട്ടുള്ളൊരു എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ വന്ന നേരത്തെ ആ ചേച്ചിമാർ പറഞ്ഞത് ഈ കല്ല് വഴി അങ്ങ് ചാടിക്കും അപ്പുറത്തോട്ടെന്ന്. അപ്പോൾ എന്തായാലും ഇത് വഴി അങ്ങനെ തന്നെ അങ്ങ് ചാടി, അല്ലെങ്കിൽ ഒരുപാട് നടക്കണേ.